കോട്ടയം കാഞ്ഞിരം സർവീസ് സഹകരണ ബാങ്കിന് മുന്നിൽ നിക്ഷേപകരുടെ പ്രതിഷേധം. ചിട്ടി, സ്ഥിര നിക്ഷേപം എന്നിവയുടെ അടക്കം പണം തിരികെ ലഭിക്കുന്നില്ലെന്നാണ് പരാതി. സമരത്തിന് കോൺഗ്രസ് നേതൃത്വം പിന്തുണ പ്രഖ്യാപിച്ചു. പ്രതിസന്ധി താൽക്കാലികമാണെന്നും പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്നും ബാങ്ക് ഭരണസമിതി അറിയിച്ചു. കാഞ്ഞിരം 433 നമ്പർ സർവീസ് സഹകരണ ബാങ്ക് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ബാങ്കാണ്. സാധാരണക്കാരും കർഷകരുമാണ് കൂടുതലും ഇടപാടുകാർ. പതിറ്റാണ്ടുകളായി CPM നിയന്ത്രണത്തിലാണ് ഭരണസമിതി. കുറച്ചുകാലമായി നിക്ഷേപവും ചിട്ടിപിടിച്ച തുകയുമടക്കം തിരികെ ലഭിക്കാത്തതാണ് നിക്ഷേപകരെ വലയ്ക്കുന്നത്. പണം തിരികെ ലഭിക്കുന്ന കാര്യത്തിൽ ബാങ്കിന്റെ ഭാഗത്തു നിന്നും ഉറപ്പ് ലഭിക്കുന്നില്ലെന്നും നിക്ഷേപകർ പറയുന്നു. ഇവിടെ നിർധനരായ ഒരുപാട് ആൾക്കാർ, പാവപ്പെട്ട കർഷകർ, അവരുടെ പൈസ കൊടുക്കണ്ടേ? അവരെ ഞാൻ ഈ ബാങ്കിൽ കയറി ചോദിച്ചു, തരാം, ഒന്ന് എഴുതാ, ഒരു ഇന്റിമേഷൻ താ, അത് തരാൻ അവർ തയ്യാറില്ല. സഹകരണ മന്ത്രിയുടെ മണ്ഡലത്തിൽ ഉൾപ്പെട്ട ബാങ്കിൽ അഴിമതി ആരോപിച്ച് കോൺഗ്രസ് നിക്ഷേപകരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് ഇവിടെ കോടിക്കണക്കിന് രൂപ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇവിടുത്തെ കർഷകരും കർഷക തൊഴിലാളികളും അടങ്ങുന്ന ജനസമൂഹമാണ് ഈ നിക്ഷേപം ഇവിടെ നടത്തിയിരിക്കുന്നത്. അവർ 2 വർഷമായി ഈ ബാങ്കിൽ കയറി ഇറങ്ങുന്നതല്ലാതെ അവർക്ക് പണം ലഭിക്കുന്നില്ല. അവരുടെ മക്കളുടെ കല്യാണം, ചികിത്സാ ചെലവുകൾ എന്ന് നൽകുമെന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ ബാങ്കിന്റെ സ്ഥിതി. എന്നാൽ ബാങ്കിന്റെ സാമ്പത്തിക പ്രതിസന്ധി മുതലെടുത്ത് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് ബാങ്ക് ഭരണസമിതി വ്യക്തമാക്കി. 3 കോടിയോളം ബാധ്യതയുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ശ്രമം ശക്തമാക്കി. ഉടൻ നിക്ഷേപകർക്ക് പണം മടക്കി നൽകുമെന്നും ഭരണസമിതി പ്രതികരിച്ചു.